ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം എന്ന് അരുളി ചെയ്ത നസ്രയനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്ന നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ എത്ര പേർക്ക് അനുഗ്രഹമായി തീരുന്നുണ്ട്. ഞാൻ ഓരോ ദിവസവും പറയുന്നുണ്ട്, എല്ലാവരും നിത്യമായിട്ട് ശ്രദ്ധയോടെ വചനം പഠിക്കണം, ധ്യാനിക്കണം, ഗ്രഹിക്കണം. അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഒരിക്കലും വചനത്തിൽ നിന്നും ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്. ദൈവവചനത്തിന് ദൈവത്തോളം വലിപ്പമുണ്ട്. അതുകൊണ്ട് നമ്മളെ നിലനിർത്തുന്നതും നിർത്തിയിരിക്കുന്നതെല്ലാം ദൈവത്തിന്റെ വചനമാണ്. എന്ത് പ്രതികൂലങ്ങൾ വന്നാലും ഏതൊക്കെ പ്രതിസന്ധി വന്നാലും തളർന്നു പോകാതെ നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ഈ വചനമാണ്. ഈ വചനത്തിന് അത്രയും പവറുണ്ട്. ആ വചനത്തിന്റെ ശക്തി നമ്മുടെ അകത്ത് പകരപ്പെടുമ്പോൾ ഏത് പ്രതികൂല കാലാവസ്ഥയും അതിജീവിക്കാനുള്ള ഒരു ദൈവകൃപ നമുക്ക് വചനത്തിലൂടെ ലഭിക്കുവാൻ തയ്യാറായിത്തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി കൂടപ്പിറപ്പേ, നീ തകർന്ന് തരിപ്പണമാകുമെന്നൊക്കെ പലരും പറഞ്ഞ് നിന്നെ ശാപവാക്കോട് നിന്നെ എന്ത് ചെയ്യും, അവൻ കളിയാക്കിയിരിക്കാം. പക്ഷെ അവിടെ ഒന്നും നീ തളർന്നു പോകരുത്. അവിടെ നീ ഉറച്ചു നിൽക്കണം, വചനത്തിൽ ഉച്ചരിക്കണം. എന്നിട്ട് വിളിച്ചു പറയണം, എന്റെ ദൈവത്താൽ എനിക്ക് സകലതും സാധ്യമാണ്. ഞാൻ എന്റെ ദൈവത്തിൽ ആശ്രയിക്കും, ഞാൻ എന്റെ ദൈവത്തിൽ പുകഴും, ഞാൻ എന്റെ ദൈവത്തിൽ അവൻ ശ്രദ്ധ വയ്ക്കും, അവനിലേക്ക് ഞാൻ നോക്കും, അവനിലേക്ക് മാത്രം തന്നെ ഞാൻ ചാരിയിരിക്കും. അങ്ങനെ അവനിൽ ആശ്രയം വയ്ക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവം ഇന്ന് പകലിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു സത്യവചനത്തിന്റെ സത്യത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. അതിനാധാരമായി സങ്കീർത്തനങ്ങൾ 56-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ. ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തെ പുകഴും, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും? ആമേൻ. ഇവിടെ ഇതാ വളരെ വ്യക്തമായും തിരുവചനത്തിൽ പറയുന്നു, ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തെ പുകഴും. വചനത്തെ പുകഴ്ത്തുന്നതാണ് ക്രിസ്തീയ ജീവിതം. ദൈവത്തെയും അവന്റെ വചനത്തെ ഉയർത്തണം, അവന്റെ നാമത്തെ ഉയർത്തണം. ആ ദൈവിക നാമത്തെ ഉയർത്തുമ്പോൾ നമ്മളെ ദൈവം ഉയർത്തും. അവന്റെ വചനത്തെ ഉയർത്തുമ്പോൾ ദൈവം നമ്മളെ ഉയർത്തും. നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിക്കുന്ന ആ ദൈവവചനത്തിന്റെ ശക്തി നമ്മുടെ അകത്തേക്ക് രൂപപ്പെട്ടു വരും. ഇവിടെ ഇതാ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഒരു നല്ല ദൈവവൈതലാണ് വചനത്തിൽ ആമേൻ 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 സത്യമായിട്ടും ആശ്രയിക്കുന്ന ഒരു ദൈവവൈതൽ പറയും, ഞാൻ ദൈവത്തിൽ പുകഴും, ആ ദൈവത്തിൽ ആശ്രയിക്കും, ആ ദൈവത്തിൽ തന്നെ ഞാൻ എൻ്റെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കും. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. ഇവിടെ ഇതാ ഭക്തൻ വിളിച്ചു പറയുന്നു, ഞാൻ ദൈവത്തിലും അവന്റെ വചനത്തിലും പുകഴ്ച കൊണ്ടുവരും. ദൈവത്തെയും അവന്റെ വചനത്തെയും പുകഴ്ത്തുന്നതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. സാഹചര്യങ്ങളെ നോക്കരുത്. ഏത് കാലാവസ്ഥയിലാലും നീ വിളിച്ചു പറയണം, യേശു കർത്താവാണ് എൻ്റെ ദൈവം, യേശു മാത്രമാണ് എൻ്റെ രക്ഷകൻ, യേശു മാത്രമാണ് എനിക്ക് വേണ്ടി അവൻ ക്രൂശിൽ തറയ്ക്കപ്പെട്ടത്. എൻ്റെ പാപത്തിന് വേണ്ടി എൻ്റെ അപ്പൻ മരിച്ചില്ല, എൻ്റെ അമ്മ മരിച്ചില്ല, എൻ്റെ സഹോദരങ്ങൾ മരിച്ചില്ല, ഒരു സൊസൈറ്റിയും എനിക്ക് വേണ്ടി മരിച്ചില്ല. എൻ്റെ സകല പാപത്തിനും അവന്റെ അവസാനത്തുള്ളി രക്തവും പച്ചവെള്ളം കൊടുത്തു എന്നെ വീണ്ടെടുത്തു. ആ വചനത്തിൽ ഞാൻ ഉറ്റിരിക്കും, ആ വചനത്തെ ഞാൻ ഉയർത്തും, ആ വചനത്തെ ഞാൻ പുകഴ്ത്തും, ആ വചനത്തിൽ ഞാൻ ആശ്രയിക്കും. ഇന്ന് പകൽക്കാലം ആ ദൈവവചനത്തിലും ആ ദൈവത്തിലും പുകഴ്ച വെച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നീ നയിച്ചാൽ ഒരു ജഡത്തിനും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഒരു പൈശാചിക മണ്ഡലത്തിനും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ഒരു ഇരുട്ടിന്റെ ആധിപത്യത്തിനും നിന്നെയോ നിന്റെ കുടുംബത്തെ നിന്റെ തലമുറയെ ഇല്ലാതാക്കുവാൻ കഴിയത്തില്ല. കാരണം നീ ദൈവത്തിലാണ് പുകഴ്ച കൊണ്ടുവരുന്നത്, ദൈവവചനത്തിലാണ് നീ പുകഴ്ച കൊണ്ടുവരുന്നത്. നീ ദൈവത്തിലാണ് ആശ്രയം വെച്ചിരിക്കുന്നത്. ഈ മനുഷ്യരിൽ ആശ്രയിക്കരുത്, നീ ദൈവത്തിൽ ആശ്രയിക്കുക. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, നീ ദൈവത്തിൽ ആശ്രയിക്കുക, അവന്റെ വചനത്തിൽ ആശ്രയിക്കുക. എങ്കിൽ നിശ്ചയമായും ഈ ദിവസങ്ങൾ കാണാത്ത ചില ദൈവിക അത്ഭുതങ്ങളുടെ കലവറകൾ നിന്റെ മുമ്പിൽ തുറക്കുമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. God bless you. Jesus loves you. God bless you.